സമാധാനായില്ലേ? എന്തിനെ അവിടെ പാൽക്കാവടിയുണ്ട്, അരികിൽ പായസപ്പുഴയുണ്ട്. ഹലോ, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായി ഇന്നലെ രാത്രി ബഹളം? മാവാ പേടിപ്പിച്ചതിന് സെറ്റായ? മാവ ഇന്നലെ രാത്രി ഒന്ന് നമ്മളെ പേടിപ്പിച്ചു ഗായ്സ്. പ്രാർത്ഥിക്കുന്നതാണോടി? പിന്നെ കണ്ണുകടിയാ കുരിയപ്പൻ ഓർ കുരിയമ്മ. അപ്പൊ അവള് വാഷ്റൂമിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി. ഇന്ന് നിന്റെ ഡേ ഇൻ മൈ ലൈഫാ. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. അവള് സാധാരണ കുറച്ചും കൂടി നേരത്തെ എണീക്കാറുണ്ട് കേട്ടോ. ഇന്നലത്തെ ഉറക്കം ശരിയായിട്ടില്ല അവളുടെ. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യണ അവിടെ. ഇത്ര ആലോചിച്ച് സ്വിച്ചൊക്കെ ഓഫ് ചെയ്യണോ? പല്ലുതേപ്പും കൂളിയൊന്നും ഞങ്ങൾക്കില്ല. രാവിലെ തന്നെ പല്ലേച്ച അവർക്ക് ഛർദിക്കാൻ വരും. ചപ്പാത്തിയും മുട്ടക്കറിയും നാരങ്ങ വെള്ളം. ഈ നാരങ്ങ വെള്ളം എന്തിനാടി കുടിക്കുന്നത് രാവിലെ തന്നെ? ലോ ബി പി കാരണം അവിടെ നാരങ്ങ വെള്ളത്തിൽ നിന്നാണ് ടേസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ. നീ കുടിച്ചോ? ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് മകൊക്കെ അവള് നിന്ന് ടിപ്പി പറഞ്ഞ എന്റെ സന്തോഷം ഉണ്ടോ നിനക്ക്? ഇന്നലെ ജസ്റ്റ് ഭാവ ഒന്ന് നമ്മളെ പേടിപ്പിച്ചു. അപ്പൊ അവള് വിചാരിച്ചു ദൈവമേ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി നടക്കുമെന്ന്. ആ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണട്ടെ. സമാധാനായില്ലേ? എന്തിനെ ഹോസ്പിറ്റലിൽ പോണല്ലേ? അതാ അനക്കം കിട്ടിയപ്പോ സന്തോഷായി നമുക്ക്. അപ്പൊ നീ അനങ്ങി നുണ പറഞ്ഞാണോ കള്ളി? വെറുതെ അങ്ങനെ നോണയൊന്നും പറയാൻ പറ്റട്ടാ. അനങ്ങിയാലേ അനങ്ങിന്ന് പറയാവൂ. അവക്ക് ഹോസ്പിറ്റലിൽ പോയി കിടത്തിയാലൊന്ന് പേടിച്ചിട്ടേ കള്ളി. ആര്? ഡിബിനാ? കൊച്ചിന് അല്ല അവക്ക് വയറ്റിലിട്ടുണ്ട്. പേടിയാവണോന്ന് വേഗം വന്നാ മതിന്ന് വാവാ. ഇവര് പേടിപ്പിക്കും. ആര്? വഴക്ക് പറയും. ഡിബിൻ നമ്മള് അവളെ വഴുക്കറിയും, അവള് ഡിബിനെ വഴുക്കറിയുന്നു. അപ്പൊ പഴം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മമ്മി പഴം കുറച്ച് കൊടുക്കാൻ കഴിച്ചിട്ട്, അല്ലെങ്കിൽ അവള് മുട്ട കഴിക്കില്ല. അപ്പൊ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി എന്താ നിന്റെ? നടക്കോ? നടക്കണം. ഡാഡി ആരാണ്ടിനോട് സംസാരിക്കുന്നത്? അവനോട് ഡാഡിയുടെ വണ്ടി കണ്ടിട്ട് ഓടി വന്നതാട്ടോ. ഒരു ചെക്ക വണ്ടി കണ്ടിട്ടോ വണ്ടീനെ പറ്റി ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ഓടി വന്നതാ ഡാഡി. എന്നൊക്കെ പറഞ്ഞു വിട്ടവന്. എല്ലാവരും ശരിക്കും ഡേ ഇൻ മൈ ലൈഫിൽ ഞാനെന്തിനാ ഇത്ര ആർഭാടമായി അന്നെ വിചാരിച്ചു. ഇവിടെ നീ വലിയ കമ്മലൊക്കെ ഇട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണെന്ന്. അതല്ല ഞാൻ റീൽ എടുക്കായിരുന്നു. ഇവിടെ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അവളെ ഇരിക്കണ ഗ്യാപ്പിൽ ആ റീൽ എടുത്ത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രീ ആയല്ലോ. എനിക്ക് എന്തെങ്കിലും വന്നു വെച്ചാൽ അത് തീർന്നില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. 10 മണിക്ക് കുളിക്കണം. തലക്ക ഇത്തിരി എണ്ണ പറ്റി. ഇനി നാളത്തേക്ക് പോയല്ലേ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവോ? 21-ാം തീയതി അറിയാം ഗൈസ് എന്നാണ് അഡ്മിറ്റ് ആവണേ, ഏകദേശം എന്നാണ് വാവ് വരണേ എന്നൊക്കെ 21-ാം തീയതി അറിയാം. അറിയാം എക്സൈറ്റഡ് അമ്മു അമ്മ. അതെ അവളെന്നിട്ട് നമ്മളോട് നുണ പറഞ്ഞു അനങ്ങിന്ന് പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും അനങ്ങിയപ്പോ അവള് കരഞ്ഞു പോയി ഗൈസ്. അപ്പൊ നീയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആക്കണ്ട. മോട്ടർ അപ്പൊ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. സാധാരണ ഈ നേരത്തെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. കുറച്ച് നേരം ഇത് എന്തല്ലോ ഡേ ഇൻ മൈ ലൈഫ്. ഇങ്ങനെ പഴംപൊരി തിന്നണ പഴം പുഴുങ്ങിയത് തിന്നണത് ആദ്യമായിട്ടാ കാണുന്നേ. കട്ട് ചെയ്തല്ലേ കഴിക്കാ? തൊലിയൊക്കെ കളഞ്ഞ്. ഇന്ന് അന്നെയാണ് കേട്ടാ ഡിബിനുള്ള ഫുഡ് ഉണ്ടാക്കണേ. എന്താ സ്പെഷ്യല്? ഒന്ന് ഉറക്കപ്പാ. അപ്പൻ 18+ അപ്പൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കണം കായസ്. എന്താ കഴിക്കണെന്ന് ചോദിച്ചാ സൂപ്പർ. ഇതാണ് തനി മലയാളികളുടെ വീട്ടിലെ പരിപാടി. രാവിലെ തന്നെ ഇന്ന് ഐസ്ക്രീം കഴിക്കും. ക്യാമറ ആയിരിക്കും. ഇവിടെ ഒരു 4 മാസം ഇരിക്കുന്ന സമയത്ത് മമ്മി ഒരു പ്രാവശ്യം ഡൈനിങ് ടേബിളിന്റെ അടിയിൽ അടിച്ച് വരി. ഇപ്പൊ നിറയെ മരുന്നുകൾ ഗൈസ്. ഒരെണ്ണം പോലും അവിടെ വായിക്ക് പോയിട്ടില്ല. എല്ലാം ഡൈനിങ് ടേബിളിന്റെ ഉള്ളില്. സോയ സോസും ടൊമാറ്റോ സോസും പിന്നെ ചില്ലി സോസ് ഉണ്ടാ
ഈ നാരങ്ങളും മമ്മി അവിടെ നാരങ്ങളും കുടിച്ചിട്ടില്ല. എന്നോ അതെ കലക്കി വെച്ചുകൊണ്ട് പകുതി കുടിച്ചോണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ് അടുത്തതായി അന്നയുടെ കലാപരിപാടി കുറച്ച് നീ അണ്ണം വെറുതെ ഡാഡി പറഞ്ഞ അണ്ണം പോണ്. അടുത്തതായി അന്ന ഇവിടെ ഇതിപ്പോ ഡാഡി വണ്ടി പണിയാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ. ഇത് അടുത്ത ബുള്ളറ്റിന്റെ പണി നടക്കുന്നു. കറക്റ്റ്. ഹലോ അയ്യോ അവൻ ഡ്രസ് ഇട്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടില്ലടാ, സോറി. അപ്പൊ ഗൈസ് ഡിബിനെ വിളിച്ചത് നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താടി നടത്തം ഒരു ബോറടി ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് നീ ഡിബിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കണേ. മമ്മി ഇവിടെ നല്ല പുരോഗമിച്ച് ശരി നടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവള് നടക്കട്ടെ ഗൈസ്. ഇനി അടുത്തത് ഞാൻ പതിയെ അപ്ഡേറ്റ് ചെയ്യാട്ടോ. ഞാൻ പോയി എന്റെ റീൽ വീഡിയോ എടുക്കട്ടെ. ഇപ്പൊ നിന്റെ ഇവിടെ കുറച്ച് പിഗ്മെന്റഡ് ഒക്കെ ആയി, മറ്റേത് അത്ര പിഗ്മെന്റഡ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ അതായത് ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ ആയിപ്പിക്കാൻ അവർക്ക് കുറച്ച് പിഗ്മെന്റഡ് ഒക്കെ ആയി. അല്ലെങ്കിൽ കുറച്ച് വയർ മാത്രം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ചേഞ്ച്. ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു ടർപ്പായ പിടിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ ഭൂമിയിലേക്ക് വെള്ളം പോകണ്ട, ഇറങ്ങോ? എന്താണ് 21 പോകുമ്പോൾ നിന്റെ ഒരു എക്സ്പെക്ടേഷൻ? ഡോക്ടർ എന്ത് പറയും, എന്നത്തേക്ക് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാനില്ല? അതായത് ഡെലിവറി 21 ഉണ്ടാവില്ല. അതോ ശരിയാണ്, എന്നാലും എന്നത്തേക്കായിരിക്കും ഏകദേശം? ക്രിസ്മസിന് മുമ്പായിരിക്കോ, ക്രിസ്മസിന് ശേഷമായിരിക്കോ, ന്യൂ ഇയറിലായിരിക്കോ? 27 വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടാ. ദിസ് ഗേൾസ് ആൻഡ് നമ്മുടെ ഡാഡീസ് വെഡിങ് ആനിവേഴ്സറി. എത്രാമത്തെയാ? എന്റെ വയസ്സ് വെച്ച് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ അതിന് ഊന്നിയൊന്നും പറയുന്നില്ല. ഇതാണ് ഗൈസ്. അതെ, ആർക്കെങ്കിലും ബുള്ളറ്റൊക്കെ ശരിയാക്കാൻ. ഗൈസ് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ വീട്ടിലിരുന്ന നമ്മുടെ ലൂസ് ഫിറ്റിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര കംഫർട്ടായി. അന്ന ഇവിടെ റീലൊക്കെ ഇട്ട് അതിൻ്റെ കമൻസ് ഒക്കെ എന്താണ്, ലൈക്സ് ഒക്കെ എന്താണ്, എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീടിൻ്റെ അകത്താട്ടോ ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീയും പുൽക്കൂട് നമ്മൾ സെറ്റാക്കിയിട്ടില്ല. ആ ഒരു ടൈം ആകുമ്പോൾ സെറ്റാക്കിയാൽ മതിയല്ലോ. സാധാരണ നമ്മൾ പുറത്ത് ഇവിടെയാണ് വെക്കാറ്. നല്ല കണി ഇവിടെയാണ് വെക്കാറ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ താഴെ അകത്ത് വെച്ചു. എണ്ണയായിട്ട് പോണുണ്ട് മമ്മി. എന്തെണ്ണ മമ്മി? എന്തെങ്കിലും സ്പെഷ്യൽ എണ്ണയാണത്? എന്തോ സ്പെഷ്യൽ സാധല്ലോ കള്ളി. അതെന്താണ്? എന്തെണ്ണയാണ് അതെന്താണ്? ഇവളുടെ മുടി അങ്ങനെ നീളം വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഉള്ള മുടി നല്ല ഹെൽത്തി ആയിട്ട് പോലെ ഗ്ലോസി ആയിട്ടുണ്ട് മുടിയൊക്കെ. പക്ഷെ നീളം സാധാരണ ഗർഭിണികളുടെ പെട്ടെന്ന് നീളം വെക്കുന്നു കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ നീളം വെച്ചിട്ടില്ലല്ലോ അവളുടെ മുടി. എന്നെക്കാളും എന്തായാലും. ഇത് വാവയുടെ അലമാരി കേട്ടോ. വാവയുടെ എല്ലാ സാധനങ്ങളും ഇവിടെയാണ് വെച്ചേക്കണേ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാത്ത സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ. വാവയുടെ അമ്മൂമ്മയുടെ ഉണ്ടല്ലോ എൻ്റെ അത്. അപ്പൊ ഇതെന്റെ അലമാരി ആയിരുന്നു ഗൈസ്. എന്നാ ഇവര് മുകളിലേക്ക് തട്ടി. അപ്പൊ എന്റെ മുറിക്ക് കുഴപ്പമില്ല. എന്റെ മുറി ഇപ്പൊ പോയി നോക്കി. ഇത് ബാക്കിലും വാവയുടെ സാധനം. നമുക്ക് വാവയുടെ സാധനം വെക്കാൻ സ്ഥലം. ഇവരുടെ നീ ഗുജറാത്തിക്ക് കൊണ്ടുപോകണ്ട ഈ സാധനങ്ങളൊക്കെ. ഇത് എങ്ങനെ കൊണ്ടുപോകുന്നു എനിക്കൊന്ന് കാണണം. അതും എനിക്കൊന്ന് കാണണം. പിന്നെ എങ്ങനെയുണ്ട് കുരീസിന്റെ അനക്കം? ഹലോ ഹലോ, മമ്മി വേദനിപ്പിക്കല്ലേ? എന്താ പരിപാടി അവിടെ? ഇന്നലെ രാത്രി ഉറങ്ങിപ്പോയാ നീ? നിനക്ക് വാവേനെ കാണുമ്പോ അല്ലെങ്കിൽ വാവേനെ ഓർക്കുമ്പോ ഏത് പാട്ടാ ഓർമ്മ വന്നെന്ന് വെച്ചാൽ അത് പാടണം. കുഞ്ഞാക്കുമ്പോ കുഞ്ഞോങ്ങനെ ഇടിച്ചാലോ? ഈ വില്ലന്മാരിടിച്ചാല് ഞാൻ ഫീൽ അടിച്ച് പാട്ട് പാടും. അല്ല ഗൈസ്, അല്ലെന്ന്. നീ കണ്ടോണ്ടുറങ്ങുമ്പം കൽക്കണ്ട കുന്നൊന്നു കാണായി വരും. കൽക്കണ്ട കുന്നിന്റെ ഒച്ചില ചെല്ലുമ്പം അമ്പിളി തമ്പ്രാന്റെ കോലവും കാണാം. ആ കോലോത്തെത്തുമ്പോൾ അവിടെ എന്തൊരു രസമെന്നോ. അവിടെ പാൽക്കാവടിയുണ്ട്, അരികിൽ പായസപ്പുഴയുണ്ട്. അവിടെ
കാത്തു കാത്തോരമ്മയിരിപ്പുണ്ട് ചാഞ്ചാടിയാടി ഉറങ്ങി ചെരിഞ്ഞാടി. എന്തിനാ സങ്കടം വന്നേ? അറിയില്ല, അത്രേ ഉള്ളൂ. ഞാനും കറഞ്ഞു പോയി പതുക്കെ. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നാന്ന്. ആ മറ്റേ വേർഡില്ലേ, കാത്തു കാത്തൂരമ്മയിരിപ്പുണ്ട്. എന്തായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങും. ആണോ? രാത്രി ഉറങ്ങിയില്ലേ നീ? മമ്മിയും കൂടെ കുളിച്ചവളുടെ. ഞാനാണ് ഇവിടെ കച്ചറ. ഇന്നെന്താ സ്പെഷ്യല്? പയറ് കറി, ക്യാരറ്റ് കറി. കറി അല്ലല്ലോ, എന്നിട്ട് പറയുന്നത് തോരൻ. മമ്മി നല്ല സുന്ദരിയായിരിപ്പുണ്ടല്ലോ, കണ്ട പറയില്ല അമ്മമ്മയെന്ന്. എങ്ങായിക്കൊണ്ടിരിക്കല്ല. ഡാഡിയുടെ പ്ലേറ്റ് പറഞ്ഞ പോലെ നല്ല അപ്പീലിംഗ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കണ്ട് കട്ട്ലേറ്റ്. എനിക്കോർമ്മ മതി. നിന്റെ പ്ലേറ്റ് ആണെന്ന് കാണണ്ടേ, ഡാഡിയുടെ പ്ലേറ്റ് ആണെന്ന്. പക്ഷെ ഹിറ്റ് വേറെ കാര്യം അല്ല, അത്രേ കഴിക്കണം. ദാറ്റ്സ് പ്രോട്ടീൻ, യു നോ. നിങ്ങൾക്ക് ഗൾബ് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായില്ലേ? അജയ് സ്റ്റീഫന് ക്രിഞ്ചായിട്ട് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോ? അപ്പൊ നമ്മുടെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്ക. മമ്മി, അന്ന, ഡാഡിനെ അവള് DTDCക്ക് പറഞ്ഞു വിട്ടു. അന്നമ്മ നൂഡിൽസ് ഉണ്ടാക്കുമ്പോ എന്നെ വിളിക്കണം, ഞാൻ വരുന്നതാണ്. അയ്യേ, ഉറങ്ങാന്ന് വിചാരിച്ച ഞാൻ വന്നതാ. ഞാൻ ഉറങ്ങായിരുന്നു. അപ്പൊ നമ്മള് ഈ നൂഡിൽസ്, ഹക്ക നൂഡിൽസ് ആവുമ്പോ അവൾക്കും കഴിക്കാലോ. അപ്പൊ ഈ ഇതില് കുറെ വെജിറ്റബിൾസും സോസൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മസാല ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ കുറച്ചും കൂടി സേഫ് ആയിരിക്കും മറ്റേ നമ്മുടെ റെഡിമെയ്ഡിനേക്കാളും. അപ്പൊ ടിബിൻ വരുമ്പോ നമ്മള് നൂഡിൽസ് തന്നെയാണ്. അവന് ഭയങ്കര ഇഷ്ടം. അവന് ഈ നാടനേക്കാളും കൂടുതൽ ഇഷ്ടം നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ സാധനങ്ങളാ. വീട് പോരല്ലോ തന്നെ. ഇന്ന് തിന്നാനാ, നാളെ തിന്നാനല്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വെള്ളവും കുറച്ച് ഓയിലും കുറച്ചധികം സോൾട്ടും ഇട്ടിട്ട് വെള്ളം വേവിക്കും. വെള്ളം ചൂടാക്കും. സോറി ഗൈസ്, വെള്ളം ചൂടാക്കും. ഇത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് ഓക്കെ. അല്ലെങ്കിൽ നിനക്ക് ജാടയാന്ന് പറച്ചില്ല. കുറച്ച് ഇംഗ്ലീഷ് കുത്തിട്ട് അല്ല അങ്ങനെ. ഇത് വെള്ളം കൂടിപ്പോയോ മമ്മി കണ്ടിട്ട്? ഊറ്റിയെടുക്കാം. സോറി. ശരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ അത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോ ഈ നൂഡിൽസ് വേവിച്ചപ്പോ നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. ആ ഒരു പ്രശ്നം മാത്രമേ അന്ന് ഉണ്ടായുള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗാർലിക് വേണമായിരുന്നാ. ഗാർലിക് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ഇത്രേ ഉള്ളത് എനിക്ക് മനസ്സിലായില്ല. കുരി കുരി അങ്ങനെ അമ്മൂന്റെ ഡിബിച്ചം വന്നേ. ഹലോ, വെൽക്കം ബാക്ക് വെൽക്കം ബിഗ് ബാക്ക് എന്നൊക്കെ. നിനക്ക് വേണ്ടി ഭാര്യ ഉണ്ടാക്കിയതാടാ. കട്ടിങ് തുടങ്ങി, ഷേവിങ് വരാളായിരുന്നു. എങ്ങനെയുണ്ട്? കണ്ടിട്ട് അപ്പീലിംഗ് ആണ്. പിന്നെ ഇനി വയ്യെന്ന്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തത് പ്രയറൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങും. ഡിബിൻ വന്നിട്ടുള്ള ഇനിയിപ്പോ അടുത്ത വീഡിയോ നമ്മൾ കുറെ ആയി. അടുത്ത വീഡിയോ ഇനി നമ്മൾ ബേബി വരുന്നതായിരിക്കും എന്ന് പറയണേ. ഇനി എന്തായാലും ഇനി വേറെ ഒന്നുമില്ല. ഇനി അടുത്തത് നമ്മൾ ബേബി വന്നിട്ടുള്ള വീഡിയോ ആണ് എടുക്കാൻ പോലെ. എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ്. എക്സ്പെക്ടേഷൻ നിന്റെ ആ ഒരു എന്താണ് നിന്റെ ഇപ്പൊ മനസ്സിലുള്ള ഫീലിംഗ്? അവളാണ് എന്താ ഫീലിംഗ്? എന്താണ് നിന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത്? മുഖം, കൊച്ചിന്റെ മുഖം എങ്ങനെയായിരിക്കും? കാരണം അവന്റെ ഓൾറെഡി സ്കാൻ ചെയ്തതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്.
അപ്പൊ അത് വെച്ചിട്ട് അവൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മേനെ അതായിരിക്കും ഇങ്ങനെ നോക്കണതായിരിക്കും. ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ നോക്കണതായിരിക്കും. ഇങ്ങനെ നോക്കിയിരിക്കണ്ട. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ പ്രാർത്ഥന എത്തിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാവരും നന്മ ഉണ്ടാവട്ടെ, നല്ലൊരു ദിവസമായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ.